ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഡിസംബർ 9 കേട്ടോ. ഇന്നൊരു വ്ളോഗ് എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇന്ന് സൈനുവിൻ്റെ ഇപ്പം നാട്ടിൽ വരികയാണ്. അതായത് എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വരികയാണ്. 1 വർഷത്തിന് ശേഷമാണ് നാട്ടിൽ വരുന്നത്. സൈനുവിനെ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ വീഡിയോ കോൾ കൂടി കാണുന്ന പോലെ അല്ല നേരിട്ട്. അപ്പോൾ ഇന്ന് സൈനുവിൻ്റെ പാപ്പാനെ നേരിട്ട് മീറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ വൈകുന്നേരം ഒരു 6:30-7 മണിയാകുമ്പോഴാണ് ഇവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു 5 മണി 5:30 ആകുമ്പോൾ പോകും. ഞാനും എൻ്റെ ഉമ്മയും ഹസ്ബൻഡിൻ്റെ ഉമ്മയും ഹസ്ബൻഡിൻ്റെ അനിയനും കൂടിയാണ് പോകുന്നത്. വേറെ ആരുമില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു 5:30 ആകുമ്പോൾ പോകും. ഒരു 6:30-7 മണിയാകുമ്പോൾ ഹസ്ബൻഡ് അവിടെ എത്തും. അത് നമ്മളെല്ലാവരും കൂടി വരും. അപ്പോൾ ഇത് ഒരുപാട് കാലത്തൊരു ആഗ്രഹമാണ്. കാരണം ഞാൻ സൈനുവിനെ 5 മാസം വയറ്റിലുണ്ടാകുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് ഗൾഫ് പോകുന്നത്. പിന്നെ ഡെലിവറിക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്തു. പക്ഷേ അന്നത്തെ സാഹചര്യം കൊണ്ട് അതൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സൈനു ജനിച്ചതിന് ശേഷം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെറുതെ 10 ദിവസത്തെ ലീവിലൊക്കെ സൈനുവിനെ കാണാണ്ട് അതും നടന്നില്ല. ഇപ്പോൾ സൈനുവിന് 9 മാസം സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് വരുന്നത്. ഇന്ന് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രാവിലെ കേട്ടോ. രാവിലെ മീൻസ് ഒരു 12 മണി ഉച്ചയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയെ കാണാൻ ഗൈസ്. നമ്മുടെ സൈനു ഇവിടെ ഇന്ന് കളിക്കണം കേട്ടോ. സൈനുവിന് ഒരുപാട് ഞാൻ എൻ്റെ മടിയിരുത്തി വീഡിയോ എടുക്കാൻ നോക്കി, പക്ഷേ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് കാണാം. അങ്ങനെ ഞാനും സൈനും ഉമ്മയും അനിയനും എല്ലാവരും റെഡിയായി പോവാട്ടോ. ഞാനൊരു ബ്ലാക്കിൽ പ്രിന്റ് വരുന്ന ഒരു ഷർട്ടും ഒരു ലൂസ് ഫിറ്റ് ഡെനിമും ഒരു വൈറ്റ് സ്നീക്കേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഷർട്ട് എടുക്കാൻ പോണതിന്റെ വ്ളോഗ് നമ്മൾ ഒരു ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടില്ല, അതൊന്ന് കണ്ടു. അങ്ങനെ നമ്മളെല്ലാവരും റെഡി ആയപ്പോഴത്തേന് എൻ്റെ അമ്മ നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഹസ്ബൻഡ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഉമ്മനെ വഴിയും പിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നേരത്തെ ഒന്നും നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി കാറിൽ കയറി പോവാണ്. കാറിൽ കയറി ഉടനത്തിന് സൈനു ഉമ്മാൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 5:45 പിന്നെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഓനെ ഞാൻ വാങ്ങി ഓനെ ഫീഡ് ചെയ്ത് ഉറക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അവൻ ഉറങ്ങുന്ന ടൈമാണ് ഒരു 6 മണിയൊക്കെ പറയുന്നത്. അപ്പോൾ പിന്നെ അവൻ്റെ ഉറക്കം കളയണ്ടല്ലോ വെച്ചിട്ട് അവനെ കിടത്തി ഉറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എയർപോർട്ട് റോഡിൽ കയറിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരാളെ എയർപോർട്ടിൽ പോയി പിക്ക് ചെയ്യാനൊക്കെ പോകണം. ഫസ്റ്റ് ടൈമാണ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ കയറണം. അപ്പോൾ അതിൻ്റെതായ എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ നമ്മൾ എയർപോർട്ടിൽ എത്തി. സംഭവം ഒരു 6:30 ആകുമ്പോഴാണ് ഹസ്ബൻഡ് ഇറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൻ്റെ ഉള്ളത്തെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്ക് ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സൈനു ആദ്യമായിട്ടാണ് അവൻ്റെ ഉപ്പാനെ കാണുന്നത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാവും, എങ്ങനെ റിയാക്ട് ചെയ്യും എന്നൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എയർപോർട്ടിൽ എത്തിയ ഉടനെ തന്നെ സൈനു ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ എത്തിയപ്പോൾ ഒരു 6:30 ആ സമയം കേട്ടോ. അങ്ങനെ കുറച്ചേരൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നു. പിന്നെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. സൈനുവിന് വലിയ പരിചയക്കേടൊന്നും ഉണ്ടായിരുന്നില്ല. സൈനുവിന് ഡെയിലി വീഡിയോ കോൾ ചെയ്ത് കാണുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പെട്ടെന്ന് സൈനു പോയി കമ്പനി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചു പോണ വഴിയിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി സുൽത്താൻ പാലസിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഉള്ളിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഇടയിൽ കൂടി ഞാനൊരു കാര്യം പറയാം. നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാനും മറക്കണ്ട. പിന്നെ നമ്മൾ അവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മന്തി റൈസും അൽഫാമായിരുന്നു. സൈനുവിന് അവിടെ ഒരു ഹൈ ചെയർ ഉണ്ടായിരുന്നു. അതിൽ ഇരുത്തിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലേക്കാണ്. സൈനുവിനെ ആദ്യമായിട്ട് കാണാമെന്ന് പറയുന്ന പോലെ തന്നെ പാത്തൂനെയും ഹസ്ബൻഡ് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ എത്തി പാത്തൂനെ കണ്ടു. പിന്നെ താത്താൻ്റെ കാല് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായിട്ട് കാല് കെട്ടിയിട്ട് വീട്ടിൽ നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കണ്ടു. പിന്നെ ഉമ്മാനെ അവിടെ ഇറക്കണമായിരുന്നല്ലോ, ഉമ്മ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉമ്മാനെ ഇറക്കിയിട്ട് നേരെ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോണ വഴിയിൽ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.